ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ്. CPM-ഉം കോൺഗ്രസും തമ്മിൽ അതിശക്തമായിട്ടുള്ള നേർക്കുനേർ പോരാട്ടമാണ് കൊച്ചിയിൽ നടക്കുന്നത്. ലാത്തിൻ വോട്ടുകൾ നിർണായകമായിട്ടുള്ള മണ്ഡലത്തിലെ സാമുദായിക സമവാക്യങ്ങൾ ഇക്കുറി ആർക്ക് അനുകൂലമാകുമെന്നുള്ളതാണ് നിർണായകമാകുന്നത്. അവിടെയാണ് ഈ പോരാട്ടം കടുക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരുന്നതും. NDA മുന്നണിയിൽ 2020 ഇക്കുറി പിടിക്കുന്ന വോട്ടുകളും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന സുപ്രധാന ഘടകമാകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരഞ്ഞെടുപ്പ് ആവേശം അലതല്ലുമ്പോൾ അങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറുകയാണ് കൊച്ചിയും. കൊച്ചിയുടെ പ്രധാന ഐക്കണുകളിലൊന്നാണ് ചീനവല. വല വലിക്കുക എന്നത് ഏറെ അധ്വാനമുള്ള ജോലിയാണ്. എന്നാൽ ഇതിനും വലിയ അധ്വാനത്തിലാണ് കൊച്ചിയിൽ പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾ. ഇടതും വലതും തമ്മിൽ നേർക്കുനേറാണ് പോരാട്ടം. വോട്ട് ഉയർത്താൻ NDAയും. ഈ തെരഞ്ഞെടുപ്പിൽ നന്നായി ജയിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വിജയം സുനിശ്ചിതമാണ്. വോട്ട് ബാങ്കിന് വളരെ ഉയർത്താൻ സാധിക്കും. 2016 കോൺഗ്രസിലുണ്ടായ പടലപ്പണക്കങ്ങളടക്കം മുതലാക്കിയാണ് CPM നേതാവ് KJ മാക്സി നേരിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചു കയറിയത്. പിന്നീട് മണ്ഡലത്തിൽ നന്നായി വേരൂന്നി. ജനകീയനെന്ന പ്രതിച്ഛായയ്ക്കൊപ്പം സാമുദായിക ഘടകങ്ങളെ അടക്കം ചേർത്ത് നിർത്താനും പ്രത്യേകം ശ്രദ്ധിച്ചു. അതുകൊണ്ടാണ് CPM KJ മാക്സിക്ക് മൂന്നാം വട്ടവും ടിക്കറ്റ് നൽകിയത്. സമരമുഖങ്ങളിലും ജനകീയ വിഷയങ്ങളിലും ത്രസിപ്പിക്കുന്ന പോരാട്ടവീര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു ഫാൻ ബേസ് ഉള്ള നേതാവാണ് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്. സ്ഥാനാർത്ഥിയായുള്ള ഷിയാസിന്റെ വരവ് കോൺഗ്രസ് പ്രവർത്തകരിൽ വലിയ ഓളമുണ്ടാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDF-ന് അനുകൂലമാകാറുള്ള വോട്ടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം നിർത്തുകയെന്ന ദൗത്യമാണ് ഷിയാസിനുള്ളത്. പരമ്പരാഗതമായി UDF-ന് മേൽക്കൈയുള്ള മണ്ഡലമാണ് കൊച്ചി എന്നാണ് പറയാറ്. ലത്തീൻ വിഭാഗത്തിന് നിർണായക സ്വാധീനം. രാഷ്ട്രീയമായി അവരിൽ നല്ലൊരു ശതമാനവും കോൺഗ്രസിനൊപ്പമാണ്. അതാണ് UDF-നെ പലപ്പോഴും തുണച്ചിട്ടുള്ള ഘടകവും. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ 2 വട്ടം മാക്സി മത്സരിച്ചപ്പോൾ ആ വോട്ടുകൾ CPM-നൊപ്പമാണ് നിന്നത്. സഭയ്ക്കൊപ്പമുള്ള തദ്ദേശീയർ സ്ഥാനാർത്ഥികളായി വരണമെന്ന ആഗ്രഹം സഭ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെയായിരുന്നു അന്ന് മാക്സിക്ക് അനുകൂലമായ ഘടകം. അത് ഇക്കുറിയും വർക്ക് ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. എന്നാൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഇക്കുറിയും കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സഭയ്ക്കകത്ത് വികാരമുണ്ട്. അവരുടെ അതൃപ്തി പ്രശ്നമാകുമോ എന്ന ആശങ്കയുണ്ട് UDF-നും. അതിനാൽ മുഹമ്മദ് ഷിയാസിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ടിറങ്ങി സഭാകേന്ദ്രങ്ങളിൽ പല അനുനയ നീക്കവും നടത്തി. നല്ല ശതമാനത്തോളം വരുന്ന ലത്തീൻ വോട്ടുകൾ കഴിഞ്ഞ തവണത്തെ പോലെ ഇക്കുറിയും KJ മാക്സിക്ക് അനുകൂലമാകുമോ? അതോ മറ്റു തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കാറുള്ളതുപോലെ ആ വോട്ടുകൾ UDF-ന് പിടിക്കാൻ കഴിയുമോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ മുസ്ലിം വോട്ടുകളുടെ കേന്ദ്രീകരണം UDF-ന് അനുകൂലമായി സംഭവിക്കുമോ? സഭയുമായി അടുപ്പമുള്ള 2020 സ്ഥാനാർത്ഥി കൂടുതൽ വോട്ടുകൾ പിടിച്ചാൽ അത് വിനയാവുക ഇടതിനാണോ വലതിനാണോ? ഇതടക്കമുള്ള നിരവധി ഘടകങ്ങളാണ് കൊച്ചിയിൽ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയെ കരിവാരിത്തേക്കാനുള്ള ഒരു ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ജനപ്രതിനിധി അവരോടൊപ്പമുള്ള ഈ സോഷ്യൽ മീഡിയ ഗുണ്ട സൈബർ സംഘങ്ങളും കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യൻ ഫാക്ടർ ഇതിനു മുമ്പ് ലക്ഷ്യൻ ഫാക്ടറികളല്ലേ? ലക്ഷ്യൻ ഫാക്ടറി ഉള്ളപ്പോൾ ലക്ഷ്യൻ ജയിച്ചു വരികയല്ലേ? ഈ മണ്ഡലത്തിൽ നിന്ന് മുസ്ലിം സ്ഥാനാർത്ഥി എത്ര പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്? ജനം വികസനം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയുടെ ഭയമാണ് അങ്ങനെ അദ്ദേഹം പറയുന്നത്. KJ മാക്സി ഹാട്രിക് അടിക്കുമോ അതോ കന്നിയംഗത്തിൽ മുഹമ്മദ് ഷിയാസ് വിജയക്കൊടി പാറിക്കുമോ? ഇതാണ് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ചോദ്യമായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. ക്യാമറാമാൻ ബിനു പാവുമയ്ക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.